ഈ കഥയുടെ ആരംഭത്തില് ഒരു മുത്തശ്ശനും ചെറുമകനും കൂടി കാട്ടിലൂടെ നടന്നു പോവാണ്. അപ്പോ കുഞ്ഞോൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ, ഞങ്ങളെപ്പോലെയല്ലോ കാട്ടിലെ ജീവികൾക്ക് ആരാ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്? മുത്തശ്ശൻ പറയുന്നുണ്ട്, കാട്ടിലെ ജീവികൾക്ക് വല്ലാത്ത വിശപ്പായതുകൊണ്ട് അവകള് വേട്ടയാടിയിട്ടാണ് ഭക്ഷണം കണ്ടെത്താറ്. സാധാരണ മുയലുകള് പച്ചിലകള് ഭക്ഷിക്കും, ആ ഒരു മുയലിനെ നരി വേട്ടയാടും, നരിയെ പുലി വേട്ടയാടി ഭക്ഷിക്കും. അപ്പോ കുഞ്ഞോൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ, ദൈവം വിശപ്പ് എന്ന ഒന്നുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, അതായത് ഒരാള് ജീവിക്കണമെങ്കിൽ എന്തിനെങ്കിലും ഒന്നിനെ വേട്ടയാടിയേ മതിയാവോ. അടുത്ത സീനില് ആ ഒരു നാട്ടില് കഴിഞ്ഞ 2 മാസമായിട്ട് 16-ൽ കൂടുതൽ പെൺകുട്ടികളെ ആരൊക്കെയോ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ ജനങ്ങള് വല്ലാതെ പ്രക്ഷോഭത്തിന് തെരുവിലിറങ്ങാണ്. അടുത്ത സീനില് അർദ്ധരാത്രി ഒരു ചുവന്ന കാറ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നത് പഞ്ചറായും തോന്നുന്നുണ്ട്. സൈഡിലേക്ക് നിർത്തിയിട്ട് അതിൽ നിന്നൊരു ചുവന്ന ഡ്രസ്സ് ധരിച്ച പെൺകുട്ടി പുറത്തേക്ക് വരികയാണ്. ഇവളുടെ പേരാണ് മീന. അപ്പോ ഹെൽപ്പിന് അവൾ ആരോ വിളിക്കാൻ നോക്കുമ്പോ അവിടെ വേറെ ആരോ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ നേരേക്ക് പാഞ്ഞു വരുന്നുണ്ട്. പിന്നീട് അവളുടെ അലർച്ച മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അടുത്ത സീനില് മുഖ്യമന്ത്രിയോട് പ്രസ് മീഡിയ നാട്ടിൽ നടക്കുന്ന പെൺകുട്ടികളെ കാണാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതുവരെയായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. എന്നാൽ സാധാരണ CM പറയുന്ന പോലെ പോലീസ് ശക്തമായിട്ടുള്ള അന്വേഷണത്തിലാണെന്ന് തള്ളിവിടുന്നുണ്ട്. അപ്പോ CMന് DGPയിൽ നിന്നൊരു ലെറ്റർ വന്നിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂടി കഴിഞ്ഞ രാത്രി കാണാതായിട്ടുണ്ട് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതായത് കുറച്ചു നേരത്തെ ചുവന്ന ഡ്രസ്സിട്ട മീന എന്ന ഒരു പെൺകുട്ടിക്ക് എന്തോന്ന് സംഭവിച്ചിരുന്നില്ലേ? 4 ദിവസം മുമ്പാണ് ഒരു പെൺകുട്ടിയെ കാണാതായത്. വീണ്ടും ഇന്നൊരു പെൺകുട്ടി കൂടിയോ? അങ്ങനെ പ്രസ് മീറ്റിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് DGPയോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി ജോലി കഴിഞ്ഞിട്ട് മീന തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് ബ്രേക്ക് ആയതാണ്. എന്നാൽ ഇതുവരെ അവൾക്ക് എന്താണ് പറ്റിയതെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കംപ്ലൈന്റ് ചെയ്യാൻ വന്ന മീനയുടെ അച്ഛനെയും അമ്മയും CM സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഈ ഒരു വാർത്ത ജനങ്ങൾ അറിയാതെ നോക്കണം. ഓൾറെഡി അവര് വല്ലാതെ പ്രക്ഷോഭത്തിലാണ്. ഇപ്പോ പിന്നെയും ഒരു പെൺകുട്ടിയെ കാണാതെന്ന് അറിഞ്ഞാല് ചിലപ്പോ അത് ആളി കത്താൻ സാധ്യതയുണ്ട്. പോലീസ് ഉറപ്പായിട്ടും നിങ്ങളെ മകളെ രക്ഷിച്ചിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണമെന്നും പറഞ്ഞ് CM അവിടുന്ന് പോവാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണറായ ആദ്യ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിനൊരു സ്വപ്നം കാണാണ്. ഹീറോയിന്റെ അച്ഛന് എന്തോ സംഭവിച്ചോലെ അച്ഛാ എന്ന് വിളിച്ച് ഹീറോയിൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അങ്ങനെ ഹീറോയിൻ നേരെ DGP കാണാൻ DGP ഓഫീസിലേക്ക് വരുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയും ഒരു കമ്മീഷണറാണ്. അപ്പോ DGP ഹീറോയിൻ കേരളത്തിൽ നിന്ന് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വന്നതാണ്. ഇതിനു മുൻപ് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സീരിയൽ കില്ലർ കേസ് ഇവർ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇവരുടെ കൂടെ നിങ്ങളും കൂടി ചേർന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകത്തിന് പിന്നിലെ രഹസ്യങ്ങളെ വേഗം തന്നെ കണ്ടെത്താൻ നോക്ക്. എന്നാൽ ഹീറോയെ ചെറിയാനെ DGP പറയുന്നുണ്ട്, ഇത്ര നാളായിട്ട് ഇങ്ങനെ ഈ കേസ് അന്വേഷിച്ചിട്ട് എന്തും മാങ്ങാത്തൂലെ കണ്ടെത്തിയേ. അപ്പോ വല്ലാതെ ദേഷ്യം വന്ന് ഹീറോ പറയുന്നുണ്ട്, അതിന് അന്വേഷിക്കാന് നിങ്ങൾ സമ്മതിക്കണ്ടേ? ലാസ്റ്റ് കാണാതായ മീന എന്ന പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അവൾക്കൊരു ബർത്ത്ഡേ പാർട്ടി സെറ്റ് ചെയ്തിട്ട് അതിനിടയിൽ അവളോട് മിസ്ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോ അവള് ആ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷല്ലേ അവളെ കാണാതായത്. അപ്പോ ബോയ് ഫ്രണ്ടിനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? അവന് ഈ ഒരു കേസുമായിട്ട് ഒരു ബന്ധുവില്ല, അവന് വെറുതെ വിട്ടേക്കുന്നത്. കഷ്ടപ്പെട്ട് ഓരോ ക്ലൂ കണ്ടെത്തിയിട്ട് അന്വേഷിക്കാൻ ഇറങ്ങുമ്പോ അതിന്റെ മേലെ നിങ്ങൾ അധികാരം കാണിച്ചാലേ പിന്നെ മാങ്ങയും തേങ്ങയും പറിക്കാൻ പറ്റില്ല. അപ്പോ ഹീറോയും പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഇതേ കാര്യം കേട്ടതാണ്. അപ്പോ ആ ഒരു ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ആ ഒരു പാർട്ടി കഴിഞ്ഞ ഉടൻ തന്നെ അവൻ വേറൊരു പാർട്ടിക്ക് പോയതാണ്. അത് ഞാൻ അന്വേഷിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ തിരോധാനായിട്ട് അവൻ ഒരു ബന്ധവുമില്ല. അപ്പോ ഹീറോ പറയുന്നുണ്ട്, ഈ ഒരു കേസ് ആരംഭിച്ചത് നന്ദിനി എന്നൊരു പെൺകുട്ടിയെ കാണാതായത് മുതലല്ലേ? അവളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കാർത്തിക എന്നൊരു ഹോസ്പിറ്റലിന്റെ MD ചന്ദ്രശേഖറുമായിട്ട് അവൾക്കൊരു റിലേഷൻ ഉണ്ടെന്നും അവളെ കാണാതാന്നതിന് മുൻപ് അങ്ങേരെയാണ് അവള് ലാസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങേരെ ചോദ്യം ചെയ്യാൻ പെർമിഷൻ ചോദിച്ചപ്പോ DGP പറഞ്ഞത് അങ്ങേർക്ക് നന്ദിനിയുടെ തിരോധാനമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ്. എന്തോ നേരിട്ട് കണ്ടപോലെ. നന്ദിനെ കാണാതാന്നതിന് കുറച്ച് നാള് മുൻപ് അതേ ഹോസ്പിറ്റലിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലെ ചില അലിഗേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഇങ്ങനെ എന്നെ സമ്മതിച്ചില്ല. അപ്പോ ഹെഡ് DGP പറയുന്നുണ്ട്, ഇനി മേലില് നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്നെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. കാരണം മുകളിൽ നിന്ന് വല്ലാതെ പ്രഷറാണ്. ഇനി ഒരു പെൺകുട്ടിക്ക് പോലും ഒരാപത്തും സംഭവിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ അവര് കേസ് സീരിയസ് ആയി എടുക്കുകയാണ്. എന്നാൽ ഹീറോന് കഴിയുന്ന എല്ലാ രീതിയിലും എല്ലാ സോഴ്സിലും മാക്സിമം കഷ്ടപ്പെട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അരിച്ചു പെറുക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ ഒരു കേസിന് തീരെ ഒരു
ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വെറുതെ ചുറ്റി നടക്കുക, ടൈം പാസ് ചെയ്യുക, വണ്ടിയിൽ കടന്നുറങ്ങുക. അതായത് ഇൻവെസ്റ്റിഗേഷനിലെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അങ്ങനെ ഹീറോനാണെങ്കിൽ ഒരു ക്ലൂവും കിട്ടാതെ എവിടുന്നാ തുടങ്ങേണ്ടെന്നറിയാതെ കിളി പോയിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ബോട്ടിൽ കറക്കി കളിച്ചുകൊണ്ട് ഹീറോനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇപ്പോ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം? ആവശ്യത്തിന് ടൈം എടുത്ത് ഫ്രീ ആയിട്ട് അന്വേഷിച്ചാ പോരെ? വന്ന് ജോയിൻ ചെയ്ത് ഉടൻ തന്നെ കുറ്റവാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മള് ജൂം ചിക്ക ബാവ വല്ല മന്ത്രവും പയറ്റേണ്ടി വരും. എന്നാൽ ദേഷ്യത്തിൽ ഹീറോയിൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയാന് നിനക്ക് എന്താണ് അർഹത? നിനക്ക് വേണമെന്ന് തോന്നുമ്പോ വിട്ടുപോകുന്നത് ഇതാദ്യമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ പറയണ്ട. ഒരു പോലീസുകാരെ പോലെയാണോ താൻ പെരുമാറുന്നത്? നാട്ടില് പല ജീവനും കാണാതായിക്കൊണ്ടിരിക്കുക, അപ്പോഴും സീരിയസ് ഇല്ലാതെ കുറെ കിടന്നുറങ്ങണം, കുറെ ടൈം പാസ് ചെയ്യണം, അന്വേഷണത്തിന് പോകുന്ന സ്ഥലത്ത് ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാടോ തലയിലെടുത്ത് വെച്ചിട്ടുള്ളേ? അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഹീറോയിനും ഹീറോയും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇവരുടെ പോലീസ് ട്രെയിനിങ്ങിൽ വെച്ചിട്ടാണ്. അതിനിടയിൽ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിട്ടുണ്ട്. എന്നാൽ ഹീറോയിനെ ഒഴിവാക്കിയിട്ട് ഹീറോ എന്തുകൊണ്ടാ പിരിഞ്ഞു വന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനില് ഹീറോയിൻ നേരെ ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ടീമിനോട് ചോദിക്കുന്നുണ്ട്, കാണാതെ പോയ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോണുകളും തട്ടിക്കൊണ്ടുപോയവർ കൊണ്ടുപോയിട്ടുണ്ടോ? എന്നാൽ ടെക്നീഷ്യൻ പറയുന്നുണ്ട്, ഏറെക്കുറെ എല്ലാ ഫോണുകളും ക്രൈം സീനിന്റെ കുറച്ച് അകലെ നിന്ന് കിട്ടാറുണ്ട്, എന്നാൽ 3 ഫോണുകൾ മാത്രം കാണാതെ പോയിട്ടുണ്ട്. ആ ഒരു ഫോണുകൾ ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ആ കാണാതെ പോയ 3 ഫോണില്ലേ, അതിൽ ഏതെങ്കിലും ഫോണ് കാണാതെ പോയിട്ട് എപ്പോഴെങ്കിലും കുറച്ച് നേരെങ്കിലും ആക്റ്റീവ് ആയിരുന്നോ? അപ്പോ ആ ഒരു ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ കാണാതെ പോയ രമ്യ എന്നൊരു പെൺകുട്ടിയുടെ ഫോണ് 4 മാസത്തിന് ശേഷം ഒരു 9 മിനിറ്റ് മാത്രം ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് പിന്നീട് ആ ഫോണ് എന്നേക്കുമായിട്ട് സ്വിച്ച് ഓഫ് ആയതാണ്. അപ്പൊ ഹീറോയിൻ ലാസ്റ്റ് യൂസ് ചെയ്ത ആ ഒരു ലൊക്കേഷൻ IP അഡ്രസ് അത് കണ്ടുപിടിക്കാൻ നോക്ക്. അങ്ങനെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു മൊബൈൽ ഷോപ്പാണ്. അവന്റെ മുഖത്തൊരു പടക്കം പൊട്ടിക്കുമ്പോൾ അവൻ ആ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല, കുറഞ്ഞ റേറ്റിന് ഐഫോൺ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ്. ആ ഒരു കടക്കാരന് ആരാണ് ഫോൺ കൊടുത്തെന്ന് വെച്ചാൽ രാകേഷ് എന്നൊരുത്തനാണ്. എന്നാൽ ഫോൺ കൊടുക്കുന്നതിന് മുൻപ് രാകേഷിന്റെ പേരിൽ ഒരു പുതിയ സിം വാങ്ങിയിട്ട് അവൻ കാർത്തിക് ഹോസ്പിറ്റലിലേക്ക് പലതവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിന് ശേഷം ആ ഒരു സിമ്മും വലിച്ചെറിഞ്ഞ് ഫോണും വിറ്റ് കളഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ഹീറോയിൻ ഒരു കാര്യം സ്ട്രൈക്ക് ആവാണ്. അതായത് കുറച്ചു നേരത്തെ കാർത്തിക് ഹോസ്പിറ്റലിനെ കുറിച്ച് ഹീറോയും പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് കാർത്തിക് ഹോസ്പിറ്റലിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവനായിട്ട് ഹാക്ക് ചെയ്യാണ്. അപ്പോൾ അവരൊരു കാര്യം കണ്ടെത്തുന്നുണ്ട്. അതായത് കുറേയധികം മെയിലുകൾ വന്നിട്ടുണ്ട്. ഓരോരോ മാസത്തില് ഇന്ന ഡേറ്റിന് ഹാർട്ട്, കിഡ്നി അങ്ങനെ ഓരോ ഓർഗൻസ് വേണമെന്ന് ഓരോ റിക്വയർമെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോയിനും ഹീറോയ്ക്കും ഒരു കാര്യം ഉറപ്പാണ്. അതായത് കാർത്തിക് ഹോസ്പിറ്റലിലെ ഓർഗൻ മാഫിയുടെ വിളയാട്ടം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇനി വൈകിപ്പിക്കാൻ പാടില്ല, വേഗം തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. എന്നാൽ ഹീറോ, എന്റെ പൊന്നുമോളെ, നീ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ആ ഒരു വാർത്ത അവരുടെ ചെവിയിലെത്തും. നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഒരു രേഖയും അവിടെ ഉണ്ടാവില്ല, അവരെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. അതുമാത്രമല്ല ADGPയും ആ ഒരു കാർത്തിക് ഹോസ്പിറ്റലിലെ MDയും വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. വെറുതെ എഴുതി ചാടിയാല് ചിലപ്പോ നമ്മളെ മൊത്തം ടീമിന് വരെ ഫേക്ക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ആരൊക്കെയാണ് അവർക്ക് പെൺകുട്ടികളെ സപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടീമിനെ കണ്ടെത്തിയിട്ട് തെളിവോടുകൂടി അവരെ കൈയോടെ പൊക്കാം. അടുത്ത സീനില് കാർത്തിക് ഹോസ്പിറ്റലിന്റെ MD ബോയ എന്ന ഏതോ ഒരുത്തിനെ വിളിച്ചിട്ട്, അല്ല ബോയ, ഇതുവരെയായിട്ടും പറഞ്ഞ സാധനം വന്നിട്ടില്ലല്ലോ, ഈ ഒരു മാസത്തിൽ തന്നെ കുറേയധികം ഓർഡറുകൾ പെൻഡിംഗ് ആണ്. എന്നാൽ ബോയ പറയുന്നുണ്ട്, കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം ഇപ്പോഴാണ് പതിയെ പതിയെ പെൺകുട്ടികളെ കടത്താൻ തുടങ്ങിയത്. എന്നാൽ ബോയ ആരാണ്? അവന്റെ ഫേസ് മാത്രം നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് ഹീറോയിൻ ടെക്നിക്കൽ ടീമിനെ കൊണ്ട് കാർത്തിക് ഹോസ്പിറ്റലിലെ ഓരോ കോൾസും റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തെ ഹെഡ് പറഞ്ഞ ബോയെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പോലീസിന് ഇനി ബോയ ആരാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്റർ വിളിച്ചിട്ട് ബോയെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ബോയുടെ ഫാമിലിയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, എന്നാൽ അവൻ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് മാത്രം അറിയാം. കുറച്ചു നാൾ മുൻപാണ് തമിഴ്നാട്ടിൽ സെറ്റിൽ ചെയ്തത്. അതിനുശേഷമാണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങിയത്. അവൻ കുറേയധികം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ രക്തം വരെ അവൻ കുടിക്കാറുണ്ട് എന്ന് ഒരു ന്യൂസ് ഞാനും കേട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും അവനെ എന്തുകൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തെന്ന് വെച്ചാല് അവന് കുറേയധികം രാഷ്ട്രീയക്കാരുമായിട്ട് അതുപോലെ വലിയ വലിയ ബിസിനസ്സുകാരുമായിട്ട് അവൻ എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുമാത്രമല്ല, അവനെ പിടിക്കാൻ ശ്രമിച്ചാൽ പോലും പിടിക്കാൻ പറ്റില്ല. പോലീസ് ടീം ചോദിക്കുന്നുണ്ട്, അതെന്താ അവനെ പിടിക്കാൻ പറ്റാത്തെ? അതായത് ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലായിട്ടുള്ള ഒരു തെരുവ് പോലത്തെ ഏരിയ ഉണ്ട്, അവിടെയാണ് അവൻ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അവൻ അങ്ങനെ പുറത്തേക്ക് വരാറില്ല, വരുന്നത് ആർക്കും അറിയൂല. ആ ഒരു ഏരിയയിലേക്ക് ജീവനെ പേടിയുള്ള ആരും തന്നെ ചെന്ന് കയറാറുമില്ല. ഇനി പോയി കഴിഞ്ഞാല് പിന്നെ അവന്റെ ജീവന്റെ കാര്യം ഗോപിയായിരിക്കും. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെയാണെങ്കിലും ഞാൻ പോയിക്കോളാം. എന്നാൽ ലോക്കൽ ഗ്യാങ്സ്റ്റർ പറയുന്നുണ്ട്, കുറച്ചു നാൾ മുൻപ് ഇതുപോലെ വീരവാദം മുഴക്കിയിട്ട് ഒരുത്തം പോയതാ. എന്നാൽ അങ്ങേരെ ബോയുടെ അനുയായികളല്ല, ആ ഒരു ഏരിയയിലെ ചെറിയ കുട്ടികളെ വെച്ച് പീസാക്കി അരിഞ്ഞു കൊന്നുകളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെന്ന് കയറുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ഇറങ്ങിയാൽ മതി. എന്നാൽ ഹീറോ പറയുന്നുണ്ട്,
ഇനി എന്റെ ജീവൻ പോയാലും ഞാൻ എന്തായാലും പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയയിലെ ഗ്യാങ്സ്റ്റേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പയ്യനുണ്ട്, അവനെ നിങ്ങൾക്ക് വഴി കാണിക്കാൻ കൂടെ ഞാൻ പറഞ്ഞുവിടാം. എന്നാൽ ആ ഒരു കുഞ്ഞൂസിന്റെ ജീവന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. അതേ സമയത്ത് ബോയുടെ ഏരിയയിലേക്ക് ഒരു ചെറിയ പയ്യൻ വഴി കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കുഞ്ഞോനെ ബോയുടെ വീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ വീടിന്റെ താഴെയായിട്ട് കുറച്ച് ചെറിയ കുട്ടികളെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ബോൾ കാണാതായപ്പോ നമ്മുടെ കുഞ്ഞോനോട് അത് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്റെ അടുത്ത് ബോളുണ്ടാ? അവൻ പറയുന്നുണ്ട് എന്റെ കയ്യിലില്ല. അപ്പൊ ഹീറോ പോക്കറ്റിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് എന്റെ കയ്യിലുണ്ട്, എന്നെയും നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടുവോ? അങ്ങനെ ബോൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹീറോ ബോൾ അടിച്ചു തെറിപ്പിച്ചിട്ട് ബോയുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ആ ഒരു ബോളിൽ ഹീറോ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോയുടെ സങ്കേതത്തിലെ കുറേയധികം പെൺകുട്ടികളെ മൃഗീയമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഹീറോയുടെ ടീമും കാണുന്നുണ്ട്. ഹീറോയുമായിട്ട് അവർക്കൊരു കോണ്ടാക്ട് ഉണ്ട്. ഹീറോ പോകുന്ന എല്ലാ ഏരിയയും അവര് ഡ്രോൺ ക്യാമറ വെച്ചിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോളിലെ ക്യാമറയിലെ ഉള്ളിലെ പെൺകുട്ടികളുടെ കാര്യം അവര് കണ്ടിരുന്നില്ലേ? ആ കാര്യം ഹീറോയോട് പറയുമ്പോ ഹീറോ പറയുന്നുണ്ട് ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ ചെറിയ പയ്യൻ പറയുന്നുണ്ട്, സാറേ നിങ്ങൾക്ക് അങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഹീറോ എന്നാ നീ പോയിട്ട് ആ ബോൾ എടുത്തിട്ട് വാ. അങ്ങനെ ആ ഒരു പയ്യൻ മുകളിൽ പോയിട്ട് ബോൾ എടുത്തിട്ട് വരുമ്പോ ഹീറോ പിന്നാലെ പോവാണ്. അപ്പൊ ഹീറോയെ കണ്ട ഒരു ബോയുടെ അടയാളം ചോദിക്കുന്നുണ്ട്, അല്ല താൻ ആരാടാ, താനെങ്ങനെ ഉള്ളു കയറിയ? ഹീറോ കൂടുതൽ വർത്താനൊന്നുമില്ല, കൈകൊണ്ടാണ് സംസാരം, അടിച്ച് പഞ്ചറാക്കുന്നുണ്ട്. എന്നാൽ ഹീറോയും പറയുന്നുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്ക്, ഇത് വലിയ ആപത്തിലായിരിക്കും ചെന്ന് അവസാനിക്കുക. എന്നാൽ ഹീറോ പറയുന്നത് കേൾക്കാനാണോ നെഞ്ചും പിരിച്ച് അങ്ങോട്ട് പോയിട്ടുള്ളത്? ആ ഒരു കാഴ്ച കണ്ട ബോയുടെ ആളുകള് ഹീറോയെ ചുറ്റി വളയുന്നുണ്ട്. അവിടെയുള്ള ചെറിയ കുട്ടികളും ബോയുടെ ആൾക്കാരല്ലേ, അവര് വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു ചെറിയ കുട്ടിയാണ് പോലീസിനെ കൂട്ടിയിട്ട് നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. ദേഷ്യത്തില് അവരൊരു ബോട്ടില് ഹീറോയുടെയും ചെറിയ കുഞ്ഞോന്റെയും തലയിൽ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. എന്നാൽ ഹീറോ ഓടിപ്പോയിട്ട് നമ്മുടെ കുഞ്ഞോനെ രക്ഷിക്കാൻ നോക്കുമ്പോ ബോയുടെ ആളുകള് അവരെ പിടിക്കാനായിട്ട് പിന്നാലെ പാഞ്ഞു വരികയാണ്. എന്നാൽ ആ ഒരു ഗലിയിൽ നിന്ന് രക്ഷപ്പെടാനേ പെട്ടെന്ന് കഴിയില്ലല്ലോ. അപ്പോ ഹീറോ ഡ്രോൺ ക്യാമറയിലൂടെ സേഫ് ആയിട്ടുള്ള വഴികള് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗലിയിലേക്കുള്ള എൻട്രൻസിലെ ഹീറോ കുട്ടിയുമായിട്ട് എത്തിയിട്ട് ഓൾറെഡി ഹീറോയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് പോലീസ് ഉണ്ട്, അങ്ങേരുടെ കയ്യില് നമ്മുടെ കുഞ്ഞോനെ കൊടുത്തു വിടുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്ത് വീണ്ടും തിരിച്ചുള്ളിലേക്ക് പോവാണ്. ആ ഒരു കാഴ്ച കണ്ട ഹീറോ ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട്, നീ എന്ത് മണ്ടത്തരാടാ കാണിക്കാൻ പോകുന്നേ? എന്നാൽ അതൊന്നും കേട്ട പാവം പോലെ നടിക്കാതെ നമ്മുടെ ഹീറോ ബോയുടെ ആളുകളെ എടുത്ത് പന്താടുന്നുണ്ട്. നമ്മുടെ തെലുങ്ക് സിനിമയിലെ ഫൈറ്റുകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫുട്ബോൾ പോലെ ഓരോരുത്തരെയും അടിച്ച് പരത്തുന്നുണ്ട്. അങ്ങനെ കൂട്ടാളികളൊക്കെ നിലം പതിച്ചപ്പോ അവസാനം ബോയ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ബോയയും ഹീറോയും തമ്മിൽ പൊരിഞ്ഞടി. അവസാനം ബോയയെയും മായാക്കി നിലത്തിട്ടിട്ട് എല്ലാ റൗഡികളെയും വാരിയെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അടുത്ത സീനില് CM പ്രസ് മീഡിയയോട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് 5 വരുന്ന പെൺകുട്ടികളെ ഒരു വലിയ മാഫിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് ഹോസ്പിറ്റലിലെ MD ADGPക്ക് കോൾ ചെയ്തിട്ട് അങ്ങേരുടെ ചെവി തിന്നുന്നുണ്ട്. എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, സാറേ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഏത് വിധേനയും ബോയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. അടുത്ത സീനില് നമ്മുടെ DGP ഹീറോയിനെ 5 പെൺകുട്ടികളുടെ ജീവൻ രക്ഷിച്ചതിനും അതിന് കാരണമായിട്ടുള്ള ബോയ് അറസ്റ്റ് ചെയ്തതിനും അഭിനന്ദിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ബോയ് എടുത്ത് പന്താടിയതില് അവൻ കോമയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോ അവന്റെ ബോധം വന്നാലേ കൂടുതൽ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് ഹീറോയും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയിനും നേരെ ചെല്ലുന്നത് ഹീറോയുടെ വീട്ടിലേക്കാണ്. ഹീറോയിൻ നേരെ ഹീറോയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോ അവരുടെ നല്ല പല ഓർമ്മകളും ഹീറോ തന്റെ റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ഹീറോയിന്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. അവള് ചോദിക്കുന്നുണ്ട്, നമ്മളൊന്ന് നേരിൽ കണ്ടിട്ട് എത്രത്തോളം വർഷമായി, ഇപ്പോഴും നിന്റെ ഉള്ളില് എന്റെ ഓർമ്മകളുണ്ടോ? അപ്പൊ ഹീറോ വിട്ടിട്ട് വരാൻ എളുപ്പമായിരുന്നു, എന്നാല് മറന്നു കളയാനേ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോ ഹീറോയിൻ ഹീറോയെ വാരി പുണരാണ്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പെണ്ണ് കസ്റ്റമറെ തേടിയിട്ട് തെരുവിൽ നിൽക്കുകയാണ്. അപ്പോ കഥയുടെ ആരംഭത്തില് നമ്മളൊരു മുത്തശ്ശൻ ഷെട്ടിയെയും കുഞ്ഞോനെയും കണ്ടിരുന്നില്ലേ? അവര് എന്തോ സാധനം വാങ്ങാനായിട്ട് വരാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ഷെട്ടിക്ക് കണ്ണ് കാണാൻ കഴിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പെൺകുട്ടിയില്ലേ അവരോട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ അച്ഛന് കണ്ണ് കാണാൻ കഴിയില്ല, ഞാൻ കടയിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങിട്ട് വരട്ടെ, അതുവരെ അച്ഛനെ ഒന്ന് നോക്കുവോ? അങ്ങനെ അച്ഛന്റെ ബ്ലൈൻഡ് സ്റ്റിക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്ന് ബന്ന് വാങ്ങാണ്. അങ്ങനെ കടക്കാരൻ കടയടച്ചിട്ട് പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് കുഞ്ഞോൻ വിസിലടിക്കുകയാണ്. അപ്പോ കണ്ണ് കാണില്ലെന്ന് കരുതിയ ഷെട്ടി ആ ഒരു വടിവെച്ച് ആ പെൺകുട്ടിയുടെ കഴുത്ത് നേരിച്ച് അവളെ തട്ടിക്കൊണ്ട് പോവാണ്. ആഹാ, അപ്പോ ബോയ് അല്ലേ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത്? ഇവരായിരുന്നോ? അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ വല്ല ലിങ്കും ഉണ്ടാവോ? നമുക്ക് കണ്ടു മനസ്സിലാക്കുക തന്നെ. അടുത്ത സീനില് കഴിഞ്ഞ രാത്രി ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടെന്ന് ഹീറോനോട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുമ്പോ ഹീറോയിന്റെ തല കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ ഇതിന് കാരണമായിട്ടുള്ള ബോയ് അറസ്റ്റ് ചെയ്ത്, ഇനിയിപ്പോ വേറെ കൊലയാളി ഉണ്ടോ? എന്നാൽ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ഏതോ ഒരു പെൺകുട്ടിയുടെ
ശരീരം മുറിച്ചിട്ട് ആരോ ഒരാള് രക്തം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലത്ത് ഒരു വിചിത്രമായിട്ടുള്ള മാസ്കും നമ്മൾ കാണുന്നുണ്ട്. അടുത്ത സീനില് DGP ഹീറോയിനെയും വിളിപ്പിച്ചിട്ട്, അല്ല നിങ്ങളെല്ലാം പറഞ്ഞേ കുറ്റവാളി ബോയാണ്, അവനെ പിടിച്ചു കഴിഞ്ഞാല് ഇനി ഒരു പെൺകുട്ടിക്കും ഒരു ആപത്ത് സംഭവിക്കില്ലാന്ന്. എന്നിട്ട് വീണ്ടും ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടല്ലോ. അപ്പൊ ഹീറോയിൻ, അത് തന്നെയാണ് സാറേ ഞങ്ങൾക്കും മനസ്സിലാവാത്തെ. ബോയുടെ സങ്കേതത്തില് ബോയ് അടച്ചു വെച്ച പെൺകുട്ടികളടക്കം നമ്മൾ റെസ്ക്യൂ ചെയ്തില്ലേ, ഇനിയിപ്പോ വേറെ കൊലയിലുണ്ടാവോ? അപ്പോ ADGP സാറേ, ഞാൻ ആദ്യമേ പറഞ്ഞതാ ബോയ്ക്കും ഈ ഒരു കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന്. കാരണം ബോയുടെ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളിലെ 4 പേരിലെ അതില് ഒരാള് മാത്രമാണ് നമ്മൾ തേടുന്ന പെൺകുട്ടി. ബാക്കി 3 പേരുടെ പേരില് അവര് കാണാതായതിന്റെ ഒരു കംപ്ലൈന്റ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പെൺകുട്ടികളെ കടത്തുന്ന ഒരു മാഫിയെ അറസ്റ്റ് ചെയ്തില്ലേ. എന്നാൽ DGP, അതുകൊണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നതിന് ഒരവസാനം വന്നിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടത് യഥാർത്ഥ കൊലയാളിയാണ്. അങ്ങനെ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയോ എന്തോ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് ഹീറോയിൻ ചെക്ക് ചെയ്യുമ്പോൾ കാണാതായ എല്ലാ പെൺകുട്ടികളും കാണാതാവുന്നതിന് മുൻപ് ചുവന്ന നിറത്തിലുള്ള വസ്ത്രം, ചിലപ്പോ ഫാൻസ് ആയിരിക്കാം, ഷർട്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഷാള്, എന്തെങ്കിലും ഒന്ന് ചുവന്ന നിറത്തില് അവർ ധരിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആ ഒരു കൊലയാളി ചുവന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ മാത്രം തേടി പിടിച്ച് തട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവുക? ആ ഒരു കാര്യം ഹീറോയോട് പറയുമ്പോൾ ഹീറോയ്ക്കും അതിന്റെ കണക്ഷൻ മനസ്സിലാവുന്നില്ല. ചിലപ്പോ ആ ഒരു സൈക്കോയ്ക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഹീറോ നേരെ ഒരു സൈക്കോളജി പ്രൊഫസറെ കാണാൻ പോയിട്ട് അങ്ങേരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആ ഒരു സൈക്കോയ്ക്ക് ചിലപ്പോ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് എന്താന്ന് വെച്ചാല് സാധാരണ ജനങ്ങൾക്ക് 100ൽ കൂടുതൽ കളറുകൾ കാണാൻ കഴിയും. എന്നാൽ കളർ ബ്ലൈൻഡ്നെസ് ബാധിച്ച ഒരാൾക്ക് വൈറ്റ്, ബ്ലാക്ക് ഈ ഒരു 2 കളർ മാത്രമേ കാണാൻ കഴിയൂ. ചില ആളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കളർ കൂടി കാണാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടറിലെ മാർക്ക് സക്കർബർഗ്, അങ്ങേർക്കും കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. നീല നിറം മാത്രമേ അങ്ങേർക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് അങ്ങേരുടെ ലോഗോ ഇപ്പോഴും നീല നിറത്തില് അങ്ങേര് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹീറോയിൻ, നിങ്ങൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ആ ഒരു സൈക്കോക്ക് ചിലപ്പോ ചുവന്ന നിറം നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയായിരിക്കില്ലേ. എക്സാക്ട് ആയിട്ട് ആ ഒരു ചുവപ്പ് നിറം കാണുമ്പോൾ ആ ഒരു സൈക്കോയ്ക്ക് മൈൻഡില് എന്തോ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. എന്തോ ഒന്ന് അവനെ ട്രിഗർ ചെയ്തിട്ടാണ് അവൻ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഹീറോയിൻ തന്റെ ടീമിനെ വിളിച്ചു കൂട്ടിയിട്ട് ഹീറോയിൻ കണ്ടെത്തിയ കാര്യങ്ങൾ പറയാണ്. ആ ഒരു സൈക്കോക്ക് ചുവന്ന നിറം മാത്രമേ വ്യക്തമായിട്ട് കാണാൻ കഴിയൂ. ആ ഒരു സൈക്കോയെ വലയിലാക്കാനായിട്ട് ഓപ്പറേഷൻ റെഡ് എന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ വെച്ചിട്ടാണ് ഇതുവരെ പെൺകുട്ടികളെ കാണാതായിട്ടുള്ളത്. ആ ഒരു സ്ഥലങ്ങളിൽ നമ്മുടെ ലേഡി പോലീസിനെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചിട്ട് നമ്മൾ നോട്ടുമിടുകയാണെങ്കിൽ ഇരയെ തേടിയിട്ട് സൈക്കോ ഇറങ്ങും. ഈസി ആയിട്ട് സൈക്കോയെ വലവീശി പിടിക്കാനും പറ്റും. എന്നാൽ നമ്മുടെ ലേഡി പോലീസിന് ആർക്കും ഒന്നും സംഭവിക്കില്ല. കാരണം അവരുടെ തൊട്ടരികിൽ തന്നെ ഒരു ഫോഴ്സ് അവരെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ DGPയോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അങ്ങനെ എഗ്രി ചെയ്യാണ്. അങ്ങനെ സൈക്കോ വിളയാടാറുള്ള എല്ലാ സ്പെസിഫിക് സ്പോട്ടുകളിലും ഓരോ പോലീസ് ലേഡിയും കൊണ്ടുപോയി ആക്കുന്നുണ്ട്. അവരുടെ സേഫ്റ്റിക്കായിട്ട് ഡ്രോൺ മൂലം അതുപോലെ പോലീസ് ഫോഴ്സ് മൂലം അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദൂരെ ഒന്നിനെ സൈക്കോ നോക്കുമ്പോൾ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 4 ദിവസമായിട്ടോ ആ ഒരു സൈക്കോ പുറത്ത് വരുന്ന കാണുന്നില്ല. അവസാനം പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ റെഡ് ഫെയിൽ ആയതായിട്ട് അവർ കരുതുകയാണ്. എന്നാൽ അതേ സമയത്ത് ആ ഒരു മുത്തശ്ശനും കുഞ്ഞുനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞോൻ പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേട്ടയാടി കളയാം. അതേ സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ടീം എല്ലാ പെൺകുട്ടികളോടും പറയുന്നുണ്ട്, ഓപ്പറേഷൻ റെഡ് ഫെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ട് സമാധാനത്തിൽ ഉറങ്ങിക്കോ. അങ്ങനെ ഹീറോയിന്റെ ടീമിൽ ഒരു അസിസ്റ്റന്റ് ലേഡി ഉണ്ട്. അവരുടെ പേര് ദിവ്യ എന്നാണ്. അവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവര് ധരിച്ചൊരു നീല കോട്ടിന്റെ പിന്നിൽ കീറിയത് ഒരു പോലീസുകാരൻ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് തിരിച്ചിടുകയാണ്. എന്നാൽ കോട്ടിന്റെ ഉള്ളിലെ ചുവന്ന നിറാണ്. അങ്ങനെ അവള് പതിയെ നടന്നു പോകുമ്പോൾ അവളുടെ പിന്നാലെ ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിന്റെ ടീമിനെ DGP വിളിപ്പിക്കുകയാണ്. അതായത് കഴിഞ്ഞ രാത്രി ആ ഒരു സൈക്കോ ദിവ്യയും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. വല്ലാതെ കലിപ്പില് ഹീറോയിനോട് പറയുന്നുണ്ട്, ആ ഒരു സൈക്കോ ചുവന്ന വസ്ത്രം ധരിക്കുന്ന ആളുകൾ മാത്രമേ വേട്ടയാടുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞ രാത്രി നിങ്ങളുടെ ടീമിലെ ആ ഒരു ദിവ്യ അവര് ധരിച്ചത് നീല കോട്ടായിരുന്നില്ലേ? എല്ലാ പെൺകുട്ടികളും സേഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? എന്നാൽ ഹീറോയിൻ, എന്താണ് സംഭവിക്കുന്നതെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്ന സാറേന്ന് അവൾ പറയുമ്പോ അങ്ങേര് പറയുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അത് നീ തന്നെ ഏറ്റെടുത്തോളണം. ഇതുവരെ നടന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് തൽക്കാലം കുറച്ചു നാളത്തേക്ക് കേസിൽ നിന്ന് മാറി നിന്നേക്ക്. ഞാനൊരു നല്ല ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഹീറോയിനെ സസ്പെൻഡ് ചെയ്യാണ്. എന്നാൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാതെ തല പുകഞ്ഞുകൊണ്ട് ഹീറോയിൻ ദിവ്യക്ക് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ അവളെ കാണാതായ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ട് ഇനിയിപ്പോ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക?
ഒന്ന് ഇമാജിനേഷൻ ചെയ്തു നോക്കുകയാണ്. പെട്ടെന്ന് ഹീറോയിൻ എന്തോന്ന് കാണുന്നുണ്ട്. അതേ സമയത്ത് സൈക്കോ റെഡിയും ചെറുമകനും കൂടി അവര് തട്ടിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ മൃഗീയമായിട്ട് കൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് രണ്ട് കുട്ടികൾ എന്തോ ഒരു മാസ്ക് വെച്ച് കളിക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പൊ ആ ഒരു കുട്ടികളോട് ഈ ഒരു മാസ്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോ കുറച്ച് അപ്പുറത്ത് കിട്ടിയതെന്ന് അവര് പറയുമ്പോ ഇതേ മാസ്ക് ഹീറോയിൻ ചെറുപ്പത്തിൽ കണ്ട ഒരു ഓർമ്മ വരികയാണ്. അങ്ങനെ ആ ഒരു മാസ്ക് ഹീറോയ്ക്ക് കാണിച്ചിട്ട് ഈ ഒരു മാസ്കിന്റെ പിന്നില് ഒരു രഹസ്യമുണ്ട്. അങ്ങനെ ഹീറോയെ കൂട്ടിട്ട് കേരളത്തിലേക്ക് വരികയാണ്. എന്നിട്ട് തന്റെ വീട്ടിലെ ഒരു ബോക്സ് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ചു നേരത്തെ ഹീറോയിന് കിട്ടിയ അതേപോലെ ഒരു മാസ്ക് പുറത്തേക്ക് എടുക്കുകയാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഇതേ മാസ്ക് അല്ലേ ഹൈദരാബാദില് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്? അപ്പോഴാണ് ഹീറോയിന്റെ അമ്മ കോഫിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ മാസ്ക് കണ്ടിട്ട് ഭയന്ന് കയ്യിൽ നിന്ന് കോഫി നിലത്തേക്ക് വീണുപോവാണ്. അല്ല നീ എന്തിനാ ആ മാസ്ക് പുറത്തെടുത്തേ? അത് പുറത്തെടുത്താലേ ആരുടെയെങ്കിലും ജീവനെ എന്തെങ്കിലും സംഭവിക്കില്ലേ? നമ്മുടെ അനുഭവത്തിൽ നിന്ന് നീ ഒന്നും പഠിച്ചില്ലേ? അല്ല എന്താ ആന്റി പറയുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോ 24 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു പോലീസുകാരനായിരുന്നു. അങ്ങേർക്ക് കാട്ടിലെ ഒരു ഇൻവെസ്റ്റിഗേഷന് പോയപ്പോഴാണ് ഈ ഒരു മാസ്ക് കിട്ടുന്നത്. അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അങ്ങേരുടെ പഴയ സ്വഭാവങ്ങളൊക്കെ പതിയെ മാറാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാതെയായി, ശരിക്കും സംസാരിക്കാതെയായി. ഏത് നിമിഷവും ഏതോ ഒരു സീരിയൽ കില്ലറിന്റെ കേസ് എന്ന ചിന്ത മാത്രമായിരുന്നു. എന്റെ മകളുടെ ബർത്ത്ഡേക്ക് പോലും നിൽക്കാതെ അങ്ങേരുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് അന്ന് വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങിയപ്പോ മോള് അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അല്ല അച്ഛ ഇന്നെന്റെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് അച്ഛൻ ജോലിക്ക് പോകണ്ട. അങ്ങനെ വാശി പിടിച്ചപ്പോ മകളുടെ മേലേക്ക് അങ്ങേര് കടിച്ചു കയറിയിട്ട് അവിടുന്ന് പോയതാണ്. എന്നാൽ എന്റെ ജീവിതത്തില് ആ ഒരു ദിവസം വരെ അദ്ദേഹം ആരോടും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിരുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് അന്ന് അദ്ദേഹം ഓടിച്ചു കൊണ്ടുപോയ ബുള്ളറ്റും ഒരു വാർത്തയാണ് തിരിച്ചു വന്നത്. അതായത് ഏതോ ഒരു കുറ്റവാളിയെ പിടിക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് പോയതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വിവരവുമില്ല. എന്താണ് പറ്റിയെന്ന് പോലും അന്ന് പോലീസിനെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വരാതായപ്പോ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഈ ഒരു മാസ്ക് എന്നാണ് വീട്ടിലേക്ക് വന്നത് അന്ന് മുതലാണ് ദുശകുനം സ്റ്റാർട്ടായത്. ഇപ്പോ എന്റെ മോളുടെ കയ്യിൽ ഈ ഒരു മാസ്ക് കാണുമ്പോ ഇനി ഇവൾക്കും വല്ലതും സംഭവിക്കുമെന്ന് എന്റെ ഉള്ളിലൊരു ഭയമുണ്ട്. എന്നാൽ ഹീറോ ഞാനുള്ളവരെ ഇവൾക്ക് ഒന്നും സംഭവിക്കില്ല, അമ്മ ഭയക്കണ്ടെന്ന് ഹീറോ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഹീറോ നേരെ ഹീറോയെ കൂടിയിട്ട് ഹീറോയിന്റെ അച്ഛൻ ജോലി ചെയ്ത സ്റ്റേഷനിലെ അച്ഛന്റെ ഒരു കൊളീഗിനെ മീറ്റ് ചെയ്ത് ആ ഒരു മാസ്ക് കാണിച്ചു കൊടുത്തിട്ട് 24 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നടന്ന കൊലപാതകങ്ങളിലെ അതേ പാറ്റേണില് ഇപ്പോ ഹൈദരാബാദിലെ തുടർ കൊലപാതകങ്ങള് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 24 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടില് ശരിക്കും എന്താ സംഭവിച്ചേ? അപ്പൊ അങ്ങേര് പറയാണ് 1999 വർഷം ഹീറോയിന്റെ അച്ഛൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള കേസ് വന്നതാണ്. അതിന്റെ പിന്നാലെ അന്വേഷിച്ചിറങ്ങിയപ്പോ അതിലും ഷോക്കായിട്ടുള്ള മറ്റൊരു വാർത്തയാണ് കണ്ടെത്താൻ പറ്റിയത്. അതായത് ഈ ഒരു നാട്ടില് 3 മാസത്തിനുള്ളിൽ 6ൽ കൂടുതൽ മറ്റ് പെൺകുട്ടികളെയും കാണാതെയായിട്ടുണ്ട്. ഉടനെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധയില് ആ ഒരു കാര്യങ്ങൾ പെടുത്തിയിട്ട് രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് പെൺകുട്ടികൾ പുറത്തേക്ക് വിടരുത്, അതുപോലെ അലേർട്ട് ആയിരിക്കാനും പറഞ്ഞ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഹീറോയിന്റെ അച്ഛനെ ഇനിയിപ്പോ ഇതേ നാട്ടിൽ നടന്ന പോലെ തൊട്ടടുത്ത നാട്ടിലും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടാവോ? അങ്ങനെ എല്ലാ സ്റ്റേഷനിലും അന്വേഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസത്തിലെ എല്ലാ സ്റ്റേഷൻ പരിധിയിലായിട്ട് 36ൽ കൂടുതൽ പെൺകുട്ടികളെ കാണാതെയായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ കാണാതായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അവരുടെ ബോഡിയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ ഒരു കേസ് ആള് കത്താൻ തുടങ്ങിയപ്പോ പിന്നിലെ രഹസ്യം തേടിയിട്ട് എല്ലാ ആളുകളും ഇറങ്ങിയതാണ്. അതേ സമയത്ത് ആ ഒരു മുത്തനും ചെറുമകനും കൂടി എങ്ങനെയാണ് പെൺകുട്ടികളെ വേട്ടയാടുന്നത്, അവര് മൃഗീയമായിട്ട് കഴിക്കുന്നതെന്ന് കാണിക്കുകയാണ്. എന്നാൽ ഈ ഒരു സീനൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മൃഗീയാണ്. ഏകദേശം ആ ഒരു കാട്ടിലെ എല്ലാ വീടുകളും ഹീറോന്റെ അച്ഛനും കുളിയും കൂടി അരിച്ചു പെറുകിയിട്ടുണ്ട്. അപ്പോഴാണ് കാട്ടിനുള്ളിലായിട്ട് ഒറ്റപ്പെട്ട ഒരു വീട് കാണുന്നത്. സംശയത്തിൽ ആ ഒരു വീട്ടിലേക്ക് പോകുമ്പോ അത് സൈക്കോ മുത്തന്റെ വീട് തന്നെയാണ്. അങ്ങേരോട് ചോദിക്കുന്നുണ്ട്, അല്ല കാട്ടിൽ ഒറ്റക്ക് താമസിക്കുമ്പോ തനിക്ക് പേടിയില്ലേ? വല്ല സിംഹവും പോലെയും കടിച്ചെടുത്തിരങ്ങ് പോവും. അങ്ങേര് പറയുന്നുണ്ട്, അവരുടെ ജീവിത രീതി വേറെയാണ്, ഞങ്ങളുടേത് വേറെയാണ്. ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന തേനക്ക് വിറ്റിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സാറേ. നീ ടൗണിലേക്ക് വരുമ്പോ ഒന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഹീറോന്റെ അച്ഛൻ അവിടുന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ചു നാളിന് ശേഷം ഒരു കർഷകൻ ആ ഒരു മാസ്ക് ഹീറോന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, ഇന്ന് എന്റെ സ്ഥലത്തേക്ക് ഞാൻ പോയപ്പോ ഏതോ ഒരുത്തൻ ഈ ഒരു മാസ്കും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അല്ല എന്താ താൻ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ അവിടുന്ന് ഓടിപ്പോയതാണ്. അതിനിടയിലാണ് ഈ മാസ്ക് താഴെ വീണത്. എന്നാൽ ഇതിനു മുൻപ് അവനെ ഈ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. വല്ലാതെ ഭയപ്പെടുത്തുന്ന വിചിത്രമായിട്ടുള്ള രൂപമുള്ള ഒരുത്തൻ. സംശയം തോന്നിയതുകൊണ്ടാണ് ഈ ഒരു മാസ്ക് നിങ്ങളെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നേ. ഉടനെ തന്നെ ഹീറോയുടെ അച്ഛൻ ആ ഒരു മാസ്ക് ഫോറൻസിക്കിന് അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു മാസ്ക് ചെക്ക് ചെയ്തപ്പോ വേറെ ലെവൽ ട്വിസ്റ്റ് റിവീൽ ആവാണ്. അതായത് ആ ഒരു മാസ്കില് ഒരു 40ൽ കൂടുതൽ പെൺകുട്ടികളുടെ DNA മിക്സ് ഉണ്ട്. അത്
അതിൽ ചില DNA ഈ അടുത്ത് കാണാതായ പെൺകുട്ടികളുടെ DNA ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കോരിത്തരിച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ കൊളീഗിന്റെ കയ്യില് ആ ഒരു ഫോറൻസിക് ഡോക്ടർ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ഹിഡുംബ. അതിന്റെ പുറത്തായിട്ട് ഈ ഒരു മാസ്കിന്റെ ചിഹ്നമുണ്ട്. അങ്ങനെ ഹീറോന്റെ അച്ഛന്റെ കയ്യില് ആ ഒരു ബുക്ക് കൊടുത്തു നോക്കുമ്പോൾ അതിലെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു ബുക്കിലെ ലാംഗ്വേജ് ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടെത്താൻ ഒരു എഴുത്തുകാരനെ കണ്ടെത്തിയിട്ട് ആ ഒരു ബുക്കിനെ കുറിച്ചും അതുപോലെ മാസ്കിനെ കുറിച്ചും ചോദിക്കുമ്പോൾ അങ്ങേർക്കറിയുന്ന ബുക്കിന്റെയും മാസ്കിന്റെയും പിന്നിലെ രഹസ്യങ്ങൾ പറയാണ്. നമ്മുടെ നാട്ടില് നമ്മൾക്കറിയുന്ന കുറേയധികം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വസിക്കുന്നില്ലേ? എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമുക്കറിയാത്ത ഒരു ഗോത്ര വർഗം വസിച്ചിരുന്നു. അവരുടെ പേരാണ് ഹിഡംബ. അവരുടെ ഒറിജിൻ എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ദേശത്തേക്ക് ബ്രിട്ടീഷുകാർ കടന്നു വന്ന് നമ്മളുടെ മേലെ അധികാരം സ്ഥാപിച്ചപ്പോ അവർക്കെതിരെ പോരാട്ടം ചെയ്ത പലരെയും ഒരു ചോദ്യം പോലും ചോദിക്കാതെ ജയിലിൽ അടച്ചതാണ്. എന്നാൽ ജയിലുകളൊക്കെ നിറഞ്ഞു കവിയാൻ തുടങ്ങിയപ്പോ ആൻഡമാനിലെ ഒരു രഹസ്യ ദ്വീപില് കൊടൂരമായിട്ടുള്ള ഒരു വലിയ ജയില് അവരുണ്ടാക്കിയിട്ട് അവിടെ എല്ലാ ആളുകളെയും കൊണ്ടുപോയി അടയ്ക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും പലരും പോരാട്ടത്തിനിറങ്ങിയപ്പോ ആ ഒരു ജയില് മുഴുവനായിട്ട് നിറഞ്ഞു കവിയാണ്. അവര് മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ട് അവരെ കുരുതു കൊടുക്കാന് അവസാനം ബ്രിട്ടീഷ് ടീം തീരുമാനിക്കുകയാണ്. അതിനായിട്ട് അവർ കണ്ടെത്തിയ ഒരു വഴിയാണ് അപകടം പിടിച്ച വേട്ടയാടി മാത്രം ജീവിക്കുന്ന ഒരു വംശമുണ്ട്. അവരാണ് ഹിഡുംബ. അവരുടെ ദ്വീപിലേക്ക് പോരാട്ടം നടത്തിയ ഓരോ ആളുകളെയും കൊണ്ടുപോയിട്ട് അവര് തള്ളുകയാണ്. അതുവരെ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ച ഹിഡുംബ ആദ്യമായിട്ട് മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. എന്നാൽ അധികം വൈകാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ലേ? അതിനുശേഷം ഹിഡംബ വംശത്തിന് വേട്ടയാടാന് മനുഷ്യരെ കിട്ടാതെയായി. കാട്ടിലിറങ്ങി വേട്ടയാടുന്ന അവരുടെ സ്കില്ലും അവരിൽ നിന്നില്ലാതെയായി. അങ്ങനെ പതിയെ അവരിൽ പലരും മരണപ്പെട്ട് പോകാനും തുടങ്ങി. അപ്പോഴാണ് ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത്. അതായത് ജന്മിമാരുടെ കയ്യിലുള്ള എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടുക, എന്നിട്ട് എല്ലാ ആളുകൾക്കും തുല്യമായി വീതിക്കുക. അപ്പോഴാണ് അതില് ചില ജമ്മികളെ ഇതുവരെ ഗവൺമെന്റ് കണ്ടെത്താത്ത റെക്കോർഡിലില്ലാത്ത ഹിഡംബ എന്ന ദ്വീപ് കണ്ടെത്തുന്നത്. ഈ ഒരു ദ്വീപ് കൈക്കലാക്കിയാലേ ജമ്മിമാരുടെ കയ്യിലുള്ള എല്ലാ നിധിശേഖരങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റും, ഗവൺമെന്റിനെ കബളിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവിടെ വസിച്ചിരുന്ന ഹിഡംബ ജനങ്ങളെ മുഴുവനായിട്ട് അവര് വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ അതില് ചില ആളുകൾ രക്ഷപ്പെട്ട് ജനവാസമുള്ള ഏരിയയിലേക്ക് ആ ഒരു വേട്ട മൃഗങ്ങൾ ഇറങ്ങാണ്. ആദ്യമായിട്ട് അവര് കണ്ട ഒരു പെൺകുട്ടിയെ അവര് വേട്ടയാടി ഭക്ഷിക്കാണ്. ആ ഒരു കാഴ്ച ആ ഒരു ജനങ്ങൾ കണ്ടിട്ട് എല്ലാ ആളുകളും ഒത്തുചേർന്ന് ആ ഒരു ട്രൈബൽസിന് മുഴുവനായിട്ട് ഒന്നിച്ചൊരു മരത്തിന് ചുറ്റും കെട്ടിയിട്ട് അവരെ തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണ്. ഹിഡംബ എന്ന ട്രൈബൽ വംശം മുഴുവനായിട്ട് അന്ന് അവസാനിച്ചതാണ്. എന്നാൽ അതിലൊരാൾ മാത്രം രക്ഷപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരുത്തനായിട്ട് താമസിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവനായിരിക്കും ഇപ്പൊ നടക്കുന്ന എല്ലാ വേട്ടകളുടെയും പിന്നിലെ. ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ഹീറോന്റെ അച്ഛന്റെ നെഞ്ച് തകർന്നു പോവാണ്. എന്നാലും ആ ഒരു ഗ്രാമത്തിലെ എല്ലാ വീടുകളും മുക്കും മൂലയും അരിച്ചു പെറുക്കിയതാണ്. എന്നാൽ കാട്ടിൽ താമസിക്കുന്ന ആ ഒരു റെഡ്ഡിയെ അവനെ മാത്രമാണ് ചോദ്യം ചെയ്യാത്തത്. അങ്ങനെ ഹീറോന്റെ അച്ഛൻ ഒറ്റയ്ക്ക് ആ ഒരു കാട്ടിലേക്ക് പോയിട്ട് തന്റെ ടീമിനോട് പിന്നാലെ വരാനും പറഞ്ഞ് ആ ഒരു കാട്ടില് റെഡ്ഡിയെ തേടിക്കൊണ്ടിരിക്കുമ്പോ പിന്നാലെ വന്ന് ഹീറോന്റെ അച്ഛനെ കോടാലി വെച്ച് അടിച്ച് താഴെയിട്ടാണ്. എന്നാൽ ഹീറോന്റെ അച്ഛന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അങ്ങേരുടെ നെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്ന് കടിച്ചു കൊതറാൻ നോക്കുമ്പോ ഹീറോന്റെ അച്ഛന്റെ കയ്യിലെ ഗണ്ണ് വെച്ച് അവനെ ഷൂട്ട് ചെയ്യാണ്. വല്ലാതെ മുറിവ് പറ്റിയിട്ട് ഹീറോന്റെ അച്ഛനും ആ ഒരു സൈക്കോയും രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോയതാണ്. എന്നാൽ അതിനുശേഷമാണ് പോലീസ് ടീം അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ഹീറോന്റെ അച്ഛന് സംഭവിച്ചതും അതുപോലെ കാണാതായ പെൺകുട്ടികൾ മുഴുവനായിട്ട് ഒരു നരഭോജി ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേട്ടയാടിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്കോയെയും ഹീറോന്റെ അച്ഛനെയും ആ ഒരു കാട്ടിൽ തന്നെ അവരെ അടക്കം ചെയ്ത് ഹീറോന്റെ അച്ഛനെ കാണാതായതാണെന്ന് അവര് കേസ് ക്ലോസ് ചെയ്തതാണ്. പിന്നെ ഇതുവരെയായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. തന്റെ അച്ഛൻ മരണപ്പെട്ട കാര്യം അറിഞ്ഞ് ഹീറോന്റെ നെഞ്ച് തകരുന്നുണ്ട്. അങ്ങനെ 24 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ഒരു കേസിന്റെ എല്ലാ ഫയൽസും ഹീറോയിൻ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഹീറോയിൻ കണ്ടെത്തിയ പോലെ 24 വർഷങ്ങൾക്ക് മുൻപും പെൺകുട്ടികളെ മാത്രമാണ് ആ ഒരു സൈക്കോ വേട്ടയാടിയിട്ടുള്ളത്. അതും മാത്രമല്ല ചുവന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടികളെ. എന്നാൽ ഹീറോയിനും ഹീറോയ്ക്കും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. 24 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു നാടിനെ ഭീതിയിലാക്കിയ മുത്തൻ സൈക്കോയെ ഹീറോയിന്റെ അച്ഛൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞതല്ലേ? എന്നിട്ട് കാട്ടില് അടക്കവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ അതേ രീതിയിൽ പെൺകുട്ടികളെ കടത്തിയിട്ട് ആരായിരിക്കും ഭക്ഷിക്കുന്നുണ്ടാവുക? ആ ഒരു സംശയം തീർക്കാൻ ഹീറോന്റെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനില്ലേ, അങ്ങേരെ ഹീറോയും ഹീറോയിനും കണ്ട് അങ്ങേരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഈ ഒരു കേസിനെ കുറിച്ച് നിന്റെ അച്ഛൻ അന്വേഷിച്ചു പോയില്ലേ? അതിനുശേഷം അച്ഛനെ കാണാതെന്ന് അറിഞ്ഞപ്പോ എനിക്കും ആ ഒരു കേസില് വല്ലാതെ ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ട് ആ ഒരു ട്രൈബൽസിനെ കുറിച്ച് ഞാൻ ഇറങ്ങി അന്വേഷിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇടുക്കിയിലെ ഒരു മട്ടൻ ഷോപ്പിന്റെ അരികിലെ വ്യത്യസ്തമായുള്ള ഒരുത്തൻ കുറെ നാളായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഓണറുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ ഓണറിന് സങ്കടം തോന്നിയിട്ട് അവനെ ആ ഒരു കടയിൽ
കടയിൽ തന്നെ ഇറച്ചി വെട്ടാനുള്ള ജോലിക്ക് നിർത്തുകയാണ്. അങ്ങനെ കുറെ നാള് ആത്മാർത്ഥമായിട്ട് അങ്ങേര് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ ആ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അങ്ങേർക്ക് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. അങ്ങനെ കുറച്ചു നാളിന് ശേഷം അങ്ങേരുടെ വൈഫ് ഗർഭം ധരിച്ച് അവർക്കൊരു ആൺകുട്ടി ജനിക്കുകയാണ്. എന്നാൽ കുട്ടി ജനിച്ച് കുറച്ചു നാളിനുള്ളിൽ തന്നെ അമ്മയ്ക്ക് എന്തോ ഒരു മാറാരോഗം ബാധിച്ച് അവര് മരണപ്പെട്ടു പോയതാണ്. എന്നാൽ അതിനുശേഷം ആ ഒരു അച്ഛൻ തന്റെ ഒറ്റ മകനെ കൊണ്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചു നാളിന് ശേഷം അവരെ കുറിച്ച് ഒരറിവുമില്ല. എന്നാൽ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങേർക്ക് തന്റെ മകനെ കൂടെ നിർത്തി വളർത്താൻ പറ്റാതായിട്ട് ഒരു ക്രിസ്ത്യൻ ഓർഫനേജില് വളർത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ആ ഒരു ഓർഫനേജിൽ അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹീറോയിന്റെ ഉള്ളില് എന്തോ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ പ്രൊഫസർ ഇല്ലേ അങ്ങേർക്ക് കോൾ ചെയ്തിട്ട് ഇനിയിപ്പോ അച്ഛന് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടെങ്കിൽ മകനും ആ ഒരു അസുഖം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് ജനറ്റിക്കലായിട്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെക്കുറിച്ച് ഹീറോയിനും ഡിസ്കസ് ചെയ്യുമ്പോൾ ഹീറോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർഫനേജിലാക്കിയ മകനില്ലേ അത് ബോയ് തന്നെയായിരിക്കും. അവനും കേരളത്തിൽ നിന്ന് തന്നെയല്ലേ ഹൈദരാബാദിലേക്ക് വന്നത്. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് ആ ഒരു ബോയ് തന്നെയാണ് യഥാർത്ഥ മകനെന്ന് തെളിയിക്കുന്ന എവിഡൻസുകൾ ഉടനെ തന്നെ കണ്ടെത്തണം. അപ്പോഴാണ് ഹീറോയിന്റെ ഒരു കോള് വരുന്നത്. അതായത് ബോയ ജയിലിൽ ചാടിയിട്ടുണ്ട്. അത് കേട്ട് ഷോക്കായ ഹീറോയോട് നീ പോയിട്ട് ആ ഒരു ബോയെ കണ്ടുപിടിക്കുക. അവൻ തന്നെയാണ് നമ്മളെ തേടുന്ന ആ ഒരു സൈക്കോ എന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കണ്ടുപിടിക്കാം. എന്നാൽ നമ്മുടെ ഹീറോ ചില്ലറക്കാരനല്ല. ഓൾറെഡി ബോയെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നില്ലേ അപ്പൊ തന്നെ അവന്റെ ശരീരത്തിലെ ഒരു ട്രാക്കിംഗ് ഡിവൈസ് സെറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഡിവൈസ് വെച്ച് ഈസി ആയിട്ട് അവനെ ഹീറോ ലോക്കിയാണ്. കൂടുതൽ ചോദ്യമൊന്നുമില്ല. അവനെ അടിച്ച് പരത്തുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയോടടിയാണ്. അതേസമയത്ത് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഓർഫനേജിൽ നിന്ന് ആരും അറിയാതെ ആ ഒരു മകന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് കണ്ടിട്ട് ഹീറോയിന്റെ തല പൊളിഞ്ഞു പോവാണ്. അതായത് വേറെ ലെവൽ ട്വിസ്റ്റ്. ആ ഒരു ഡോക്യുമെന്റിലെ ചെറിയ പയ്യൻ അത് ബോയ് അല്ല, നമ്മുടെ ഹീറോയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്. അതായത് യഥാർത്ഥ സൈക്കോ കാനിബൽ അത് ഹീറോ തന്നെയാണ്. ഹീറോയുടെ എല്ലാ ഐഡന്റിറ്റിയും എവിടെയാണ് പഠിച്ചത് എല്ലാ ഡോക്യുമെന്റ്സും ആ ഒരു ഫയലുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥത്തില് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കാണുന്നത്. കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു മുത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ പയ്യനില്ലേ അവൻ വളർന്നു വലുതായിട്ട് ഇടുക്കിയിലെത്തിയപ്പോ അവിടെ ഒരു ഷോപ്പില് ജോലി കയറിയ ശേഷമാണ് കല്യാണം കഴിഞ്ഞ് ഹീറോയ്ക്ക് ജന്മം നൽകുന്നത്. എന്നാൽ തന്റെ അച്ഛന്റെയും മുത്തശ്ശന്റെയും രക്തത്തിലുണ്ടായിരുന്ന മനുഷ്യനെ വേട്ടയാടുന്ന സ്വഭാവം പതിയെ ഹീറോയിലും ബാധിച്ചതാണ്. അങ്ങനെ ഇപ്പോ ഹൈദരാബാദിൽ നടന്ന എല്ലാ പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയത് അത് ഹീറോയാണ്. അവരുടെ രക്തം കുടിച്ചതും മാംസം കഴിച്ചതും മൃഗീയ കനിബലായിട്ടുള്ള ഹീറോ തന്നെ. എന്നാൽ ഹീറോ കണ്ടെത്തിയത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ഹീറോയുടെ വീട്ടിലേക്ക് പോയിട്ട് വല്ല തെളിവും കിട്ടുമോ നോക്കുമ്പോ ഒരു രഹസ്യ റൂം കാണുകയാണ്. അതിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ അവസാനമായിട്ട് കാണാതായ നമ്മുടെ പോലീസുകാരി ദിവ്യയില്ലേ അവളെ അതിന്റെ ഉള്ളില് കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ അവളെ താഴെ ഇറക്കിയിട്ട് വേഗം തന്നെ ഹീറോയിൻ അവളെ താഴെ ഇറക്കിയിട്ട് ആ ഒരു റൂം നോക്കുമ്പോ ആ ഒരു റൂം മുഴുവനായിട്ട് ഹിഡംബ ട്രൈബൽസിന്റെ ഓരോ ചിഹ്നങ്ങളും ഉണ്ട്. അതേ സമയത്ത് യഥാർത്ഥ സൈക്കോ അങ്ങോട്ട് വരികയാണ്. അപ്പൊ ഹീറോയിൻ സൈക്കോയുടെ നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് ദിവ്യ അവള് മരിച്ചിട്ടില്ല, കൂടെ നിന്നിട്ട് നിനക്ക് എങ്ങനെയാടാ പെൺകുട്ടികളെ വേട്ടയാടാനും അവരുടെ രക്തം കുടിക്കാനും അവരുടെ മാംസം കഴിക്കാനൊക്കെ കഴിയുന്നേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട് ഈ ഒരു ലോകത്ത് ഒരാൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ മറ്റൊരാള് അല്ലെങ്കിൽ മറ്റൊരു ജീവി മരിച്ചേ മതിയാവോ. അപ്പോഴാണ് ചെറുപ്പത്തിൽ ഹീറോയുടെ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് ചെറുപ്പത്തിലെ ഹീറോ മുലപ്പാല് കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ തുടങ്ങിയപ്പോ ഒരിക്കൽ ഉറക്കത്തില് അച്ഛന്റെ കൈ കടിച്ച് രക്തം കുടിച്ചതാണ്. ആ ഒരു കാഴ്ച കണ്ട ഹീറോയുടെ അച്ഛന് മനസ്സിലായിട്ടുണ്ട് തന്റെ മകന്റെ ജീനും തന്റെ പാരമ്പര്യം പോലെ തന്നെയാണ്. ആ ഒരു രക്തം കുടിക്കാൻ തുടങ്ങിയ ശേഷമാണ് അവൻ വേഗത്തില് വളരാനും തുടങ്ങിയത്. പിന്നീട് അവന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ വേട്ടയാടാനും അവരുടെ രക്തവും മാംസവും കഴിക്കാനും അവരിറങ്ങിയതാണ്. എന്നാൽ കുറച്ചു നാളിന് ശേഷം തന്നെ അങ്ങേർക്ക് ഹീറോയെ കൂടെ നിർത്താൻ കഴിയാതെ ഒരു ഓർഫേജിലാക്കിയിട്ട് ആഴ്ചക്കൊരിക്കെ ഹീറോയെ കൂട്ടിക്കൊണ്ടുപോയി അവന് വേണ്ടി വീണ്ടും വേട്ട തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ഹീറോയ്ക്ക് പോലീസ് ജോലി കിട്ടുന്നതും ഹീറോയിനെ മീറ്റ് ചെയ്യുന്നതും. ഇനിയിപ്പോ താൻ കാരണം ഹീറോയിന് വല്ല ആപത്തും വരുമെന്ന് ഭയന്നിട്ടാണ് ഹീറോയിനെ വിട്ട് കേരളം തന്നെ വിട്ട് ആരോടും പറയാതെ ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഹീറോ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യം ആരറിയരുതെന്ന് കരുതിയോ, ഇപ്പോ നീ തന്നെ അറിഞ്ഞില്ലേ എന്റെ ജന്മം ഒരു ശാപം പിടിച്ച ജന്മാണ്. എപ്പോഴൊക്കെ എനിക്ക് രക്തം കുടിക്കണം തോന്നുന്നുണ്ടോ, മനുഷ്യ മാംസം കഴിക്കണം തോന്നുന്നുണ്ടോ, അപ്പോഴൊക്കെ എന്റെ കൺട്രോൾ നഷ്ടപ്പെടും. ആ ഒരു സമയത്ത് എനിക്ക് ചുവന്ന വസ്ത്രങ്ങള് മാത്രമേ കാണാൻ കഴിയൂ. ഈ ഒരു ശാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചേക്ക്. അങ്ങനെ ഹീറോയിന്റെ കയ്യിലെ ഗണ്ണ് ഹീറോയുടെ നെറ്റിയിൽ വെക്കുകയാണ്. ഇനിയും ആ ഒരു ഗ്രാമത്തില് ഈ ആപത്ത് പടരാതിരിക്കാനായിട്ട് ഹീറോയിൻ ഷൂട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? വേറെ ലെവൽ കഥയായിരുന്നില്ലേ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പല ട്വിസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനലിലെ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു അടിപൊളി കഥയില് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.